ഇന്ത്യയുടെ ചിക്കൻ നെക്കിന് സമീപം ബംഗ്ലാദേശ് വലിയ പ്രവർത്തനങ്ങൾ നടത്താനായി കോപ്പുകൂട്ടുമ്പോൾ ചൈനയെ പോലും അവിടെ കൊണ്ടുവരാനായി ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ വലിയ പ്രസ്താവന വന്നിരിക്കുകയാണ്. ചിക്കൻ നെക്ക് ഇന്ത്യയുടെ പ്രദേശമാണ്, ആർക്കും അതിൽ കൈവയ്ക്കാൻ കഴിയില്ല എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന തന്ത്രപ്രധാനമായി നിർണായകമായിട്ടുള്ള സിലിഗുരി ഇടനാഴി ഇന്ത്യയുടേതാണെന്നും അതിൽ ആരെയും ഭീഷണിപ്പെടുത്താനോ കൃത്രിമത്വം കാണിക്കാനോ അനുവദിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായിട്ടുള്ള ചിക്കൻ നെക്ക് വെട്ടിക്കളയുമെന്ന് അവകാശപ്പെട്ട് ഡൽഹിയിൽ ചിലർ മുദ്രാവാക്യം വിളിച്ചതായി അമിത്ഷാ പറഞ്ഞു. ഇവിടെ നടന്ന BJP പ്രവർത്തകരുടെ യോഗത്തിൽ ഷാ ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ചിലർ ഡൽഹിയിൽ ചിക്കൻ നെക്ക് വെട്ടുമെന്ന് മുദ്രാവാക്യം വിളിച്ചു. എന്തിനാണ് സഹോദര, നീ എങ്ങനെ ഇത് വെട്ടും? ഇത് നിങ്ങളുടെ പിതാവിന്റെ നാടാണോ എന്നാണ് അമിത്ഷാ ചോദിച്ചത്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കുകയാണ് അമിത്ഷാ ചെയ്തത് എന്നുള്ളതാണ്. ഇത് ഇന്ത്യയുടെ നാടാണ്, ആർക്കും ഇതിൽ കൈവയ്ക്കാൻ കഴിയില്ല എന്നാണ് അമിത്ഷാ ഇപ്പോൾ ഉറക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിച്ചവരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ അവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡൽഹി പോലീസ് അവരെ ജയിലിലടച്ചു. അവരെ മോചിപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ കഠിനമായി ശ്രമിച്ചു. അവരുടെ MP-മാർ അവർക്ക് വേണ്ടി വാദിക്കാൻ സുപ്രീം കോടതിയിൽ പോലും പോയി. എന്നാൽ ഒടുവിൽ സത്യം ജയിച്ചു. സുപ്രീം കോടതിയിലും അവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സിലിഗുരി ഇടനാഴി എന്നറിയപ്പെടുന്ന ചിക്കൻ നെക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വടക്കൻ ബംഗാളിലെ ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ്. ഏകദേശം 20-22 കിലോമീറ്റർ വീതിയും ഏകദേശം 60 കിലോമീറ്റർ നീളവും സുരക്ഷാ തന്ത്രപ്രധാനമായിട്ടുള്ള വീക്ഷണകോണുകളിൽ നിന്ന് ഇത് നിർണായകവും സെൻസിറ്റീവുമായിട്ടുള്ള ഒരു ലൈഫ് ലൈനായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശമാണിത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.